പ്രിയമുള്ളവരെ നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെയാണ് ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഇൻവെസ്റ്ററായി മാറാം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പത്തിക അച്ചടക്കവും വിവിധ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളുമാണ് ഈ ചാനലിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് വരുന്നത് നിങ്ങളുടെ പർപ്പസ് ഡിഫൈൻ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തിനാണ് ഞാൻ ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്നത്, എന്തിനാണ് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് എൻ്റെ പർപ്പസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പർപ്പസ് ഒരു മന്ത്ലി ഇൻകം ആണോ, അതല്ല നമ്മുടെ പർപ്പസ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, അതല്ല നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഇരട്ടിപ്പിക്കലാണോ, അതല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നീട് അതിന് ഒരു നല്ല പ്രസിഷൻ കിടക്കുമ്പോൾ കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത്, അതോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡെയിലി മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണോ നിങ്ങൾ നോക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഒരു ഇൻവെസ്റ്ററായിട്ട് വരുമ്പോൾ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ പർപ്പസ് ക്ലിയർ ആയിരിക്കണം, ഡിഫൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് സിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ പോലും റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഏറ്റവും മികച്ച ആ നാട്ടിൽ ഏറ്റവും മികച്ച ഏതെങ്കിലും ഒരു കൺസൾട്ടിങ് ഫേമിനെ അപ്രോച്ച് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓരോ നാട്ടിലും ഓരോ രീതികളും ഓരോ പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നാട്ടിലേക്ക് ഒരു ഇൻവെസ്റ്ററായിട്ട് കടന്നു വരുമ്പോൾ ആ നാട്ടിൽ വ്യത്യസ്തരായിട്ടുള്ള ഡെവലപ്പേഴ്സ് ഉണ്ടാവാം, ആ നാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടാവാം, ആ നാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എമൗണ്ടിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുള്ളൂ. മറിച്ച് ഇതിൽ മറന്നു കിടക്കുന്ന മറ്റു ചാർജുകളും കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഡെവലപ്പറെ ചൂസ് ചെയ്യാൻ, ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റിനെ ചൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ, ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഏറ്റവും സുലഭമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും മികച്ച ഒരു കൺസൾട്ടൻറ്റുമായിട്ട് ആ വിഷയത്തിൽ ഒരു കൺസൾട്ടേഷൻ നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പലരും വിചാരിക്കേണ്ട കൺസൾട്ടേഷൻ, ചില കൺസൾട്ടൻസിങ് ഫേമുകളൊക്കെ ചാർജ് വാങ്ങിയിട്ട് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, ചിലവർ ഫ്രീ ആയിട്ടും കൺസൾട്ടേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ള നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വലിയ അബദ്ധങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു കൺസൾട്ടിങ് ഫേമുമായിട്ട് പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതായിരിക്കും നിങ്ങൾ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഇൻവെസ്റ്റർ ആവാൻ പോകുന്നതിനുള്ള ഏറ്റവും മികച്ച ഒരു നടപടി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എമൗണ്ടിനെ കുറിച്ച്, നമുക്ക് ചിലവാകുന്ന എമൗണ്ടിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ മൊത്തം വാല്യൂ മാത്രമല്ല, അതിൽ മറ്റു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെങ്കിൽ അതിന് എത്ര രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്, അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് രജിസ്ട്രേഷൻ വരുന്നത്, അതുപോലെ തന്നെ അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമോ, ആ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നുണ്ട്, അതല്ല അതുപോലെ തന്നെ മറ്റു ഹിഡനായിട്ടുള്ള എന്തെങ്കിലും ചാർജുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ബഡ്ജറ്റിനെ കുറിച്ച് നല്ല കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലാതെ അതൊന്നും മനസ്സിലാക്കാതെ പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കരുത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, നിങ്ങൾ എപ്പോഴും ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ ആ സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഓൺലൈനിൻ്റെ കാലഘട്ടമാണ്. എല്ലാവരും ഒരു ഫോട്ടോയോ ഒരു വീഡിയോ കണ്ടിട്ട് പ്രോപ്പർട്ടികൾ ബുക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കലി ആ സ്ഥലത്ത് പോയി ആ സ്ഥലം നേരിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ ആ സ്ഥലം കാണുകയും അതിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ എന്തൊക്കെ ഡെവലപ്മെൻറ്റുകൾ വരുന്നുണ്ട്, ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ അപ്കമിങ് ആയിട്ടും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അത്തരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി പുതിയ ഏതെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾ അവിടെ വരുന്നുണ്ടോ, ഈ ലൊക്കേഷന് അടുത്ത 2-3 കൊല്ലത്തിനുള്ളിൽ ഏതൊരു തലത്തിലേക്ക് ഈ ലൊക്കേഷൻ എത്തും എന്നൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു നല്ലൊരു ഡിസിഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത്
ആ ഏരിയയെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതൊരു നല്ലൊരു തീരുമാനമായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹോൾഡിംഗ് പീരീഡിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് എത്ര നാളത്തേക്കാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ ധാരണ ഉണ്ടാവും. അത് 1 വർഷത്തേക്കാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, 3 വർഷത്തേക്കാണോ, അതല്ല 5 വർഷത്തേക്കാണോ? അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിൻ്റെ ഇടയിൽ ആ പ്രോപ്പർട്ടിക്ക് എത്ര മാറ്റമുണ്ടാവാം, ഒരു വേസ്റ്റ് സിനാരിയോയിൽ എത്ര മാത്രം ഒരു ചാലഞ്ച് അവിടെ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ അത് നല്ലൊരു പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ ഏതൊരു ലെവലിലേക്ക് അത് വളർന്നേക്കാം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഏരിയയിൽ ഏതൊക്കെ ഗ്രോത്തുകൾ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറിച്ചൊരു ധാരണയും, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇത്ര വർഷം ഞാൻ ഇത് ഹോൾഡ് ചെയ്താൽ എനിക്കൊരു ഇത്ര ലാഭം കിട്ടും, ഇത്ര ഒരു അപ്രിസിയേഷൻ കിട്ടും എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലിയർ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നാളത്തേക്കാണ് ഹോൾഡ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാൻ ശ്രമിക്കുക. പൊതുവേ റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കുന്ന ആളുകൾ ഏതെങ്കിലും ഡെവലപ്പേഴ്സോ ഏജൻസികളോ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽസും പഠിച്ച് മനസ്സിലാക്കിയിട്ട് റിയൽ എസ്റ്റേറ്റിൽ എന്നാൽ പിന്നെ ഇതിൽ തന്നെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു കാരണവശാലും ഒരു ഫസ്റ്റ് കണ്ട ഒരു പ്രോപ്പർട്ടിയോട് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഇൻവെസ്റ്റർ ആവാൻ പോവുകയാണ്. ഒരു റിയൽ എസ്റ്റേറ്റിൽ ഒരു പുതിയ ഒരു അപ്പാർട്ട്മെൻറ്റോ ഒരു വില്ലയോ ടൗൺ ഹൗസസോ വാട്ടവർ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ചുരുങ്ങിയ ഒരു 5 ഓപ്ഷനെങ്കിലും നമ്മൾ തേടണമെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏജൻസിയെ ബന്ധപ്പെട്ടാൽ അവർ കൃത്യമായിട്ട് തരും. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു 5 ഓപ്ഷൻ തേടി 5 ഓപ്ഷനെ പറ്റി പഠിച്ച് ഓരോ ഓപ്ഷനിലും ഓരോ പ്രോപ്പർട്ടിയിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടുള്ള ടേബിളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അനലൈസ് ചെയ്ത് അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ചുരുങ്ങിയതൊരു 5 പ്രോപ്പർട്ടിയെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പഠിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അതൊരു നല്ലൊരു ഇൻവെസ്റ്ററിൻ്റെ ക്വാളിറ്റിയിൽപ്പെട്ടതാണ്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റുമായി കണക്ട് ചെയ്യപ്പെടുന്ന ബഡ്ജറ്റുമായി കണക്ട് ചെയ്യപ്പെടുന്ന 3, 4, 5 ഓപ്ഷൻസുകൾ പ്രോപ്പർട്ടികൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരെണ്ണം സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന ആ പ്രോപ്പർട്ടി നിങ്ങളുടെ ഗോള്, ലക്ഷ്യം, നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, നിങ്ങൾക്കൊരു റിക്വയർമെൻ്റ് ഉണ്ടാവും. ആ റിക്വയർമെൻറ്റായിട്ട് ഏറ്റവും മാച്ചായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. പിന്നെ അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അതിൽ ആ പ്രോപ്പർട്ടി വാങ്ങാൻ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എൻ്റെ ഡോക്യുമെൻറ്റേഷൻസുകൾ, അതിൽ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ, പ്രൊസീജിയറുകൾ, ഇനിയിപ്പോൾ അതിൽ സംശയമുണ്ടെങ്കിൽ ഒന്നും കൂടി ഫൈനലൈസ് ചെയ്യാൻ നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ കൂടി ആവശ്യമുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ഒന്നും കൂടി എടുക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അത് തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക. അതിൽ ഒരു വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ പേയ്മെൻറ്റ് പ്ലാനുകളൊക്കെ മനസ്സിലാക്കിയ ശേഷം അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു മികച്ച ഇൻവെസ്റ്ററാക്കി മാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഞാൻ കൺസൾട്ടേഷൻ നൽകുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.